So in the last class we have discussed about the collector to base bias circuit. In that we have seen the major advantage of collector to base bias circuit is simple and also it is having a better stabilization than fixed bias circuit. But coming to the disadvantage, here in the case of collector to base bias circuit, we are having poor stability as the stability factor is high. Stability factor കൂടിയതുകൊണ്ട് there in the case of collector to base bias circuit, the circuit is having poor stability. So to overcome the stabilization issue, we are going for the voltage divider bias circuit. So before going to voltage divider bias circuit, one more bias circuit is there, that is emitter bias circuit. This is the circuit diagram of a emitter bias circuit. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം the major difference between the emitter bias circuit and the collector to base circuit അല്ലെങ്കിൽ fixed bias circuit എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു emitter additional ആയിട്ട് ഒരു emitter resistance വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ഫിക്സഡ് ബയാസ് സർക്യൂട്ട്. RB RC VCCയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ എമിറ്റർ ബയാസ് സർക്യൂട്ടിലേക്ക് എത്തുമ്പം എന്താണ് ഡിഫറൻസ്? ആകെയുള്ള ഡിഫറൻസ് ഇവിടെ എമിറ്ററിൽ റെസിസ്റ്റർ ഒന്നും വെച്ചിട്ടുണ്ടായില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് എമിറ്റർ ബയാസ് സർക്യൂട്ട് വിൽ ബി പ്രൊവൈഡിങ് ആൻ എമിറ്റർ റെസിസ്റ്റൻസ് ഇൻ ദ എമിറ്റർ ടെർമിനൽ. എമിറ്റർ ടെർമിനലിൽ ഒരു എമിറ്റർ റെസിസ്റ്റൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. Okay, so it is a modification of fixed bias or collector base bias circuit. Collector base bias circuit lu similarly നമുക്ക് emitter resistance വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സർക്യൂട്ടിനെ emitter bias circuit എന്ന് പറയാൻ പറ്റും. So emitter bias circuit is the modification of fixed bias or collector to base bias circuit by adding a emitter resistance Re. Emitter resistor Re add ചെയ്യുമ്പോൾ ഒരു ഫിക്സഡ് ബയാസ് സർക്യൂട്ട് അല്ലെ കളക്ടർ ബേസ് ബയാസ് സർക്യൂട്ടിൽ ആഡ് ചെയ്യുമ്പോൾ it will become a emitter bias circuit. The purpose of this emitter resistance is to provide more stability. അതായത് കുറച്ചുകൂടി ഒരു സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടും when we are placing this emitter resistance Re. ഓക്കെ, സോ നമ്മൾ അനാലിസിസ് എടുക്കുകയാണെങ്കിൽ ആദ്യം ഇൻപുട്ട് അനാലിസിസ്. ഇൻപുട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഈ ഒരു സർക്യൂട്ട്, എമിറ്റർ ബയാസ് സർക്യൂട്ടിന്റെ ഇൻപുട്ട് സൈഡ്. അപ്പോൾ എന്താ ഇക്വേഷൻസ് ഒക്കെ സെയിം, നമ്മൾ ഫിക്സഡ് ബയാസിൽ കണ്ട സെയിം ഇക്വേഷൻ തന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു RE കോമ്പണന്റ് കൂടി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ KVL എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? VCC മൈനസ് IBRB മൈനസ് VBE മൈനസ് IERE. ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ടേം വരുന്ന എന്താ? മൈനസ് IERE വിച്ച് വിൽ ബി ഈക്വൽ ടു 0. അതിൽ നിന്ന് നമുക്ക് VCC എങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം? IBRB പ്ലസ് VBE പ്ലസ് IERE എന്ന് എഴുതാം. ഈ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഓക്കെ, then ഇതിൽ നിന്ന് നമ്മൾ IB കണ്ടുപിടിക്കുകയാണെങ്കിൽ IB which will be equal to VCC minus VBE minus IERE divided by ഇവിടെയുള്ള റെസിസ്റ്റൻസ് RB. ഓക്കെ, സോ IB is equal to VCC minus VBE minus IERE divided by RB. സോ IB നമുക്ക് കിട്ടി. ഔട്ട്പുട്ട് അനാലിസിസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് പാർട്ട്. ഈ പച്ചയിൽ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട് പാർട്ട്. സോ അവിടെ നമ്മൾ KVL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? VCC minus ICRC VCC minus ICRC minus VCE minus IERE. ഈ IERE ടേം കൂടി അഡീഷണൽ ആയിട്ട് വരും. സോ VCE which will be equal to VCC minus ICRC minus IERE എന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് VCയും കിട്ടി. IB ഇൻപുട്ട് അനാലിസിസ് നടത്തിയപ്പോൾ കിട്ടി, VCE ഇവിടെ കിട്ടി. ദെൻ IB നമുക്ക് ഓൾറെഡി അറിയാം, VCC മൈനസ് VBE മൈനസ് IERE ഡിവൈഡഡ് ബൈ RB. അത് IB നമ്മൾ ഇൻപുട്ട് അനാലിസിസ് എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, നമുക്കറിയാം IC എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ബീറ്റ ഈസ് ഈക്വൽ ടു IC ബൈ IB ആണ്. So IC which will be equal to beta into IB. IC equal to beta into IB. So ഇവിടെ എന്താ? ഈ ഒരു IB നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, അതിനോടൊപ്പം ബീറ്റ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് IC കിട്ടും. IC which will be equal to VCC minus VBE minus IERE divided by RB എന്ന് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. VBE നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം to 0. കാരണം എന്താ? ഒരു
0.7 വോൾട്ടേജ് ഡ്രോപ്പ് ഒക്കെയാണ് 0.7 വോൾട്ട് ഒക്കെയാണ് ഈ വി ബി വരുന്നത്. സോ വി സി സി ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. ആ സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം? ഐ സി വിച്ച് വിൽ ബി ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ബി സി സി മൈനസ് ഐ ഇ ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ബി എന്ന് എഴുതാം. സോ അപ്രോക്സിമേഷനൊക്കെ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം അനുസരിച്ച് അപ്രോക്സിമേഷനൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് എമിറ്റർ ബയാസ് സർക്യൂട്ട്. എന്താണ്, നമ്മൾ ഫിക്സഡ് ബയാസ് സർക്യൂട്ട് കണ്ടിട്ടുണ്ട്, അതുപോലെ കളക്ടർ ടു ബേസ് ബയാസ് സർക്യൂട്ട് കണ്ടിട്ടുണ്ട്. അതിലൊരു എമിറ്റർ എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എമിറ്റർ റെസിസ്റ്റൻസ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് സർക്യൂട്ട് വിൽ ബിക്കം എമിറ്റർ ബയാസ് സർക്യൂട്ട്. സോ ഇത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല, ബട്ട് ചിലപ്പോൾ പ്രോബ്ലത്തിലൊക്കെ ചോദിച്ചേക്കാം. സോ എന്താ, നമുക്ക് ആ എമിറ്ററിന്റെ ആ ഒരു ടേം കൂടി നമ്മുടെ ഇൻപുട്ട് ഇക്വേഷനിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇക്വേഷനിൽ ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. So this is all about emitter bias circuit. So next we are going to study about the voltage divider bias circuit. So this is the circuit diagram of a voltage divider bias circuit. Okay, and the voltage divider bias circuit is the most stable circuit of the basic transistor bias circuit. അതായത് ബേസിക് ട്രാൻസിസ്റ്റർ ബയാസ് സർക്യൂട്ടിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സർക്യൂട്ടാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് സർക്യൂട്ട്. ഓക്കെ, ഹിയർ യു ക്യാൻ സീ ടു റെസിസ്റ്റേഴ്സ് R1 and R2 ആർ കണക്റ്റഡ് ടു VCC ടു പ്രൊവൈഡ് ബയാസിങ്. ഇവിടെ നിങ്ങൾക്ക് കാണാം രണ്ട് റെസിസ്റ്റൻസ്, ബേസിൽ രണ്ട് റെസിസ്റ്റൻസ് R1 and R2 is connected to VCC to provide biasing. The main function of this resistance R1 and R2 is to provide biasing. The resistors R1 and R2 constitute a voltage divider that divides the supply voltage to produce the base bias voltage VB. ഈ റെസിസ്റ്റർ R1 and R2 എന്ന് പറയുന്ന ബേസിലുള്ള രണ്ട് റെസിസ്റ്റൻസ് വിൽ ബി ഡിവൈഡിങ്, ഈ ഒരു സർക്യൂട്ടിൽ ഒരു വോൾട്ടേജ് ഡിവൈഡർ ആയിട്ട് ആക്ട് ചെയ്യും. So constitute a voltage divider that divides the supply voltage to produce the base bias voltage. ഈ VCC എന്ന് പറയുന്ന സപ്ലൈ വോൾട്ടേജ് ഇവിടെ ഈ റെസിസ്റ്റർ ഉപയോഗിക്കുന്നതോടുകൂടെ നമുക്ക് വോൾട്ടേജ് ഡിവൈഡ് ചെയ്തെടുക്കാം അക്രോസ് R1 ആൻഡ് R2. അങ്ങനെ രണ്ട് വോൾട്ടേജ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം, and thus producing the bias voltage VB. അങ്ങനെ നമുക്ക് bias voltage VB ഇവിടെ കിട്ടുന്നു. The collector resistance RC and the emitter resistance RE connected in series with the transistor. Collector resistance RC യും അതുപോലെ നേരത്തെ നമ്മൾ കണ്ടു emitter bias സർക്യൂട്ടിൽ നമ്മൾ കണ്ടല്ലോ emitter resistance. So REയും ഈ ഒരു ട്രാൻസിസ്റ്ററിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. Then the emitter resistance RE provides stabilization. നേരത്തെ നമ്മൾ emitter bias സർക്യൂട്ടിൽ പറഞ്ഞ പോലെ തന്നെ main function of this emitter resistance is to provide stabilization. The voltage drop across R2 make base emitter junction forward biased, and the base current produced make collector current flow in zero signal condition. അതായത് ഇവിടെ നമ്മൾ വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഈ R2 അക്രോസ് ഉള്ള വോൾട്ടേജ് കാരണം ഈ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആവുകയും ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആവുന്ന സമയത്ത് ബേസ് കറണ്ട് ഉണ്ടാവും. ആ ബേസ് കറണ്ട് കാരണം എന്താവും, കലക്ടർ കറണ്ട് ഉണ്ടാവും. സോ സീറോ സിഗ്നൽ കണ്ടീഷൻസിലും കലക്ടർ കറണ്ട് ഇവിടെ ഫ്ലോ ചെയ്യും. അതായത് നമ്മൾ AC സിഗ്നൽ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇവിടെ എന്താ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുമല്ലോ R2 അക്രോസ്, കാരണം ഇത് R1 R2 വോൾട്ടേജ് ഡിവൈഡർ ആയിട്ട് ആക്ട് ചെയ്യാണ്. സോ R2 അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ബേസ് എമിറ്റർ ജംഗ്ഷൻ അല്ലെങ്കിൽ VB നമ്മുടെ കട്ടിൻ വോൾട്ടേജ് ഓവർകം ചെയ്യും. അപ്പോൾ എന്താ ബേസ് എമിറ്റർ ജംഗ്ഷൻ എന്താവും, ഫോർവേഡ് ബയാസ് ആവും. ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആവുന്ന സമയത്ത് നമ്മുടെ IB ഫ്ലോ ചെയ്യാൻ തുടങ്ങും. IB ഫ്ലോ ചെയ്യുന്ന സമയത്ത് ICയും ഫ്ലോ ചെയ്യും. സോ സീറോ സിഗ്നൽ കണ്ടീഷൻസിൽ തന്നെ നമുക്ക് കലക്ടറിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, വോൾട്ടേജ് ഡിവൈഡർ ബയാസ് സർക്യൂട്ട് ആണിത്. സോ ഈ ഒരു സർക്യൂട്ട് നമ്മൾ റീഡ്രോ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ നോക്കുക, നമുക്ക് ഈ VCC സ്പ്ലിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അതായത് ഇവിടെ R1 R2 അക്രോസ് പ്ലസ് VCC, അതുപോലെ RCക്ക് അക്രോസും പ്ലസ് VCC, ഇങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാമല്ലോ. സോ ഈ ഒരു സർക്യൂട്ട് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ഇങ്ങനെ വരച്ചു. ഓക്കെ, ക്ലിയർ അല്ലേ?
ഇതിൽ കൺഫ്യൂഷൻ ഒന്നും വരാൻ സാധ്യതയില്ലല്ലോ, കാരണം VCC ആണ്. ആ VCCനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഒന്ന് ഇവിടെ കൊടുത്തു +VCC, അതുപോലെ +VCC RCക്ക് അക്രോസും കൊടുത്തു. ഓക്കെ, ദെൻ ആ സ്പ്ലിറ്റ് ചെയ്ത സർക്യൂട്ടാണിത്. അത് നമുക്ക് എങ്ങനെ റീഡ്രോ ചെയ്യാം? അതായത് നിങ്ങളിപ്പോൾ നോക്കുക, ഈ +VCC എവിടെയാണ് നമ്മൾ കൊടുത്തത്? R1 അക്രോസ്. അപ്പോൾ ഈ VCCയുടെ നെഗറ്റീവ് ടെർമിനൽ എവിടെയാണ് നമ്മൾ കൊടുക്കുക? ഗ്രൗണ്ടിന് അക്രോസ്. സോ നമുക്കത് ഇങ്ങനെ തിരിച്ചെടുത്ത് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ ആ സർക്യൂട്ട് റീഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? അതായത് നിങ്ങൾ നോക്കുക, VCCയുടെ പ്ലസ് R1 അക്രോസ് കണക്ട് ചെയ്തു, VCCയുടെ മൈനസ് ഗ്രൗണ്ടിന് അക്രോസ് കണക്ട് ചെയ്തു, VCCയുടെ മൈനസ് ഗ്രൗണ്ടിന് അക്രോസ് കണക്ട് ചെയ്തു. സോ ആ സർക്യൂട്ട് തന്നെ റീഡ്രോ ചെയ്ത് വരച്ചതാണ് ഈ ഒരു സർക്യൂട്ട്. സോ നമുക്ക് ഈ ഒരു സർക്യൂട്ട് റീഡ്രോ ചെയ്തിട്ട് ഇങ്ങനെ വരക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇതിലും കൺഫ്യൂഷൻ ഒന്നും വരാൻ സാധ്യതയില്ലല്ലോ. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, സോ നേരത്തെ നമ്മൾ റീഡ്രോ ചെയ്ത സെയിം സർക്യൂട്ട് തന്നെയാണ് ഇവിടെ ഇപ്പം വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ കലക്ടർ ബയാസ് സർക്യൂട്ടിലും അതുപോലെ ഫിക്സഡ് ബയാസ് സർക്യൂട്ടിലും സർക്യൂട്ടിൽ നേരെ ഇൻപുട്ട് അനാലിസിസും ഔട്ട്പുട്ട് അനാലിസിസും ചെയ്തിട്ടായിരുന്നു നമ്മൾ Q പോയിന്റിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ്, അതായത് ഐയുടെ, IBയുടെ, VCയുടെ ഇക്വേഷൻസ് കണ്ടെത്തിയിരുന്നത്. ബട്ട് ഹിയർ, അപ്പോൾ ആ ഒരു കേസിൽ നമ്മുടെ ബേസ് സൈഡിൽ വന്നിട്ട് ഒരു റെസിസ്റ്റൻസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ഹിയർ വി ആർ ഹാവിങ് എ വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റൻസ് R1 ആൻഡ് R2. സോ നമ്മുടെ ഇൻപുട്ട് അനാലിസിസ് നടത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സർക്യൂട്ട് അതിൻ്റെ ഒരു തെവനിയൻ ഇക്വലന്റ് സർക്യൂട്ട് ആയിട്ട് മാറ്റണം. ഈ ഒരു സർക്യൂട്ടിനെ അതിൻ്റെ കറസ്പോണ്ടിങ് തെവനിയൻ ഇക്വലന്റ് സർക്യൂട്ട് ആയിട്ട് മാറ്റണം. സോ നിങ്ങൾ ഓൾറെഡി നെറ്റ്വർക്ക് തിയറിയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? തെവനിയൻ വോൾട്ടേജും അതുപോലെ തെവനിയൻ റെസിസ്റ്റൻസും വെച്ചിട്ട് നമുക്കൊരു തെവനിയൻ ഇക്വലന്റ് സർക്യൂട്ട് എങ്ങനെ വരക്കണമെന്ന് ഓൾറെഡി നിങ്ങൾ നെറ്റ്വർക്ക് തിയറിയിൽ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റൻസ് R1ഉം R3ഉം ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു കറസ്പോണ്ടിങ് തെവനിയൻ ഇക്വലന്റ് സർക്യൂട്ട് വരക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മൾ ഒരു വോൾട്ടേജ് E എന്ന് പറയുന്ന വോൾട്ടേജും ഒരു R എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസും വെച്ച് നമ്മൾ അതിൻ്റെ തെവനിയൻ ഇക്വലന്റ് സർക്യൂട്ട് വരച്ചു. വേർ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെവനിയൻ റെസിസ്റ്റൻസ്, ഓക്കെ, അതുപോലെ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെവനിയൻ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഈ തെവനിയൻ വോൾട്ടേജ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? അതിൻ്റെ ഔട്ട്പുട്ട് സൈഡ് ഓപ്പൺ സർക്യൂട്ട് ആക്കിയിട്ട് എടുക്കുന്ന വോൾട്ടേജ് ആണ് അതിൻ്റെ തെവനിയൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതുപോലെ എങ്ങനെയാണ് നമ്മൾ തെവനിയൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്? തെവനിയൻ റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതായത് നമ്മൾ ആ ഒരു സർക്യൂട്ടിലുള്ള വോൾട്ടേജ് സോഴ്സിനൊക്കെ ഷോർട്ട് സർക്യൂട്ടും കറണ്ട് സോഴ്സിനൊക്കെ ഓപ്പൺ സർക്യൂട്ടും ആക്കിയിട്ട് ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസും കണ്ടെത്തുന്നു. ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് അതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വലന്റ് റെസിസ്റ്റൻസും കണ്ടെത്തുന്നു. ഓക്കെ, അപ്പോൾ തെവനിയൻ വോൾട്ടേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് ഔട്ട്പുട്ട് സൈഡ് ഓപ്പൺ സർക്യൂട്ട് ആക്കി അവിടെയുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കുക. അതായിരിക്കും ഈ വോൾട്ടേജ് E എന്ന് പറയുന്ന വോൾട്ടേജ് സോഴ്സ്. ഓക്കെ, അതുപോലെ റെസിസ്റ്റൻസ് ഈ R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് എങ്ങനെ നമ്മൾ കണ്ടെത്തും? നമ്മുടെ സർക്യൂട്ടിൽ വോൾട്ടേജ് സോഴ്സ് ഒക്കെ ഷോർട്ട് സർക്യൂട്ടും കറണ്ട് സോഴ്സ് ഒക്കെ ഓപ്പൺ സർക്യൂട്ടും ആക്കി മാറ്റിയിട്ട് നമ്മൾ അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. അതായിരിക്കും ഇവിടെയുള്ള റെസിസ്റ്റൻസ് R. അപ്പോൾ ഇങ്ങനെ നമുക്ക് തരുന്ന ഒരു സർക്യൂട്ടിനെ നമുക്ക് ഈ ഒരു രീതിയിൽ ഒരു തെവനിയൻ റെസിസ്റ്റൻസും അതുപോലെ ഒരു തെവനിയൻ വോൾട്ടേജും ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മുടെ ഇൻപുട്ട് സൈഡിൽ ഈ ഒരു പാർട്ട് ഈ ഒരു VCC, അതുപോലെ ഈ R1, ഈ R2. VCC എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സോഴ്സ്, അതുപോലെ നമ്മുടെ വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള R1ഉം R2ഉം. സോ ഈ ഒരു സർക്യൂട്ടിനെ നമുക്ക് തെവനിയൻ ഇക്വലന്റ് സർക്യൂട്ട് ആയിട്ട് റീപ്ലേസ് ചെയ്യണം. സോ അതെങ്ങനെയാണ് ചെയ്യാന്ന് നമുക്ക് കാണാം. ഓക്കെ, സോ സെയിം സർക്യൂട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഈ എക്രോസ് ഇതായിരിക്കും നമ്മുടെ ഇതിൻ്റെ ഔട്ട്പുട്ട്. തെവനിയൻ സർക്യൂട്ട് നമുക്ക് വരക്കണമെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് സൈഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ഒരു എയും ബിക്കും എക്രോസ് നമ്മൾ എന്താക്കി മാറ്റും? ഒരു തെവനിയൻ റെസിസ്റ്റൻസും അതുപോലെ ഒരു തെവനിയൻ വോൾട്ടേജ് സോഴ്സും ആക്കിയിട്ട് മാറ്റും ഈ ഒരു പാർട്ടിനെ. ഓക്കെ, സോ അത് എങ്ങനെ മാറ്റും എന്ന് നമുക്ക് കാണാം. ഓക്കെ,
സോ തെവനിയൻ റെസിസ്റ്റൻസ്, ഓക്കെ, അപ്പോൾ ഈ ഒരു എക്കും ബിക്കും അക്രോസ് ഉള്ള തെവനിയൻ റെസിസ്റ്റൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് തെവനിയൻ റെസിസ്റ്റൻസ് എടുക്കുക. Resistance seen at AB with all voltage sources replaced by short circuit and all current source replaced by open circuit. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട് അല്ലേ. ആ വോൾട്ടേജ് സോഴ്സിന് എന്താക്കണം എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ആക്കണം. കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ആക്കണം. കറണ്ട് സോഴ്സ് ഇല്ല, വോൾട്ടേജ് സോഴ്സ് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ എന്താ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ആക്കുക. അങ്ങനെയാണ് നമ്മളിവിടെ ഈ ഒരു സർക്യൂട്ട് വരച്ചിരിക്കുന്നത്. R1 R2 ഇതേ R1 R2 ഇവിടെ എയും ബിക്കും അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ ആർ ഇക്വലന്റ് ഇതിന് അക്രോസ് ആർ ഇക്വലന്റ് വിച്ച് വിൽ ബി ഈക്വൽ ടു ഈ വി സി സിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ആക്കി മാറ്റി, ഷോർട്ട് സർക്യൂട്ട് ആക്കി. സോ ഇവിടെ നമ്മൾ ആർ ഇക്വലന്റ് എടുക്കുമ്പോൾ എന്താ നിങ്ങൾ നോക്കുക, R1ഉം R2ഉം പാരലൽ ആയിട്ടല്ലേ ഉള്ളത്, പാരലൽ റെസിസ്റ്റൻസ് ആണ്. സോ ആർ ഇക്വലന്റ് വിച്ച് വിൽ ബി ഈക്വൽ ടു ആർ തെവനിൻ, അതായത് തെവനിൻ റെസിസ്റ്റൻസ് വിച്ച് വിൽ ബി ഈക്വൽ ടു R1ഉം R2ഉം പാരലൽ ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, R1 R2 divided by R1 plus R2. So this will be the Thevenin resistance here. Thevenin resistance നമുക്ക് R1 plus R1 R2 divided by R1 plus R2. ഇതായിരിക്കും നമ്മുടെ Thevenin resistance. Okay. Then നമുക്കിപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു അല്ലേ. ഇനി തെവനിയൻ വോൾട്ടേജ് കണ്ടുപിടിക്കണം. തെവനിയൻ വോൾട്ടേജ് നമ്മൾ അക്രോസ് എ ബി ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്, ഓപ്പൺ സർക്യൂട്ട് എ ബി ആൻഡ് ഫൈൻഡ് ദ തെവനിയൻ വോൾട്ടേജ് ദർ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് the Thevenin voltage is the open circuit voltage at terminals A and B. അപ്പോൾ ഈ ടെർമിനൽ എ ആൻഡ് ബിക്ക് അക്രോസ് നമ്മളൊരു തെവനിൻ വോൾട്ടേജ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു സർക്യൂട്ട് അല്ലേ, ഈ ഒരു സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ട് ഐ ആണെന്ന് വെച്ചോ. ഓക്കെ, ഈ ഒരു സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ട് ഐ ആണെങ്കിൽ നമുക്ക് ഈ ഐനെ എങ്ങനെ എഴുതാം, ഐ വിൽ ബി ഈക്വൽ ടു ഇവിടെയുള്ള വോൾട്ടേജ് എന്താ വി സി സി ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് R1 ബൈ R2. ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. ടോട്ടൽ ഇവിടെയുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി സി സി ആണ്. അതുപോലെ ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R1 പ്ലസ് R2 ആണ്. ഈ ഒരു ലൂപ്പിൽ അല്ലേ, ഈ ഒരു ലൂപ്പിൽ ഐ എടുക്കുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ആസ് വി സി സി ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. വി സി സി ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പോൾ ഐ നമുക്കിവിടെ കിട്ടി. ഇനി ഇവിടെയുള്ള വി തെവനിൻ വോൾട്ടേജ് എന്തായിരിക്കും, തെവനിൻ വോൾട്ടേജ് വിച്ച് വിൽ ബി ഈക്വൽ ടു R2 ഇൻറ്റു ഐ. കാരണം ഈ തെവനിൻ വോൾട്ടേജ് അക്രോസ് R2 ആണ് എടുക്കുന്നത്. സോ R2 ഇൻറ്റു ഐ ആയിരിക്കില്ലേ, R2 ഇൻറ്റു ഐ ആയിരിക്കും എന്ത് ഇവിടെയുള്ള തെവനിൻ വോൾട്ടേജ്. സോ തെവനിൻ വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു R2 ഇൻറ്റു ഈ റെസിസ്റ്ററിന് അക്രോസ് ഒഴുകുന്ന കറണ്ട് R2 ഇൻറ്റു ഐ. അപ്പോൾ ഐ നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ വി തെവനിൻ which will be equal to VCC into R2 divided by R1 plus R2. അപ്പോൾ നമുക്ക് തെവനിൻ വോൾട്ടേജ് ഇവിടെ കിട്ടിയില്ലേ, വി തെവനിൻ ഈക്വൽ ടു VCC divided by R2 divided by R1 plus R2. അതുപോലെ R തെവനിൻ is equal to R1 R2 divided by R1 plus R2. സോ ഈ ഒരു പാർട്ടിനെ, ഇത്രയും ഒരു പാർട്ടിനെ എ ബിക്ക് അക്രോസ് നമ്മളൊരു തെവനിൻ വോൾട്ടേജ് സോഴ്സും അതുപോലെ ഒരു തെവനിൻ റെസിസ്റ്ററും ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ആ ആർ തെവനിൻ വാല്യൂ വിൽ ബി ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. വി തെവനിൻ ഇസ് ഈക്വൽ ടു VCC ഇൻറ്റു R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. സോ ഈ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ ഒരു ചേഞ്ച് വരുന്നത്. അപ്പോൾ എന്താ, ഇൻപുട്ട് സൈഡിൽ ഒരു വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റൻസ് ഉണ്ട് ഇൻ കേസ് ഓഫ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് സർക്യൂട്ട്. ആ വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റൻസും അതുപോലെയുള്ള അവിടെയുള്ള വോൾട്ടേജ് സോഴ്സിനെയും നമ്മൾ അതിൻ്റെ തെവനിൻ ഇക്വലന്റ് ആക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് മാത്രം, ആ ഒരു പോയിന്റ് മാത്രം ആലോചിച്ചിരിക്കുക. തെവനിൻ ഇക്വലന്റ് ആയിട്ട് നമ്മൾ ഇവിടെ മാറ്റി. ഓക്കെ, തെവനിൻ ഇക്വലന്റ് ആയി മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അവിടെയുള്ള വോൾട്ടേജ് സോഴ്സ് വിൽ ബി VTH ആൻഡ് അവിടെയുള്ള റെസിസ്റ്റൻസ് വിൽ ബി RTH. ഓക്കെ, അങ്ങനെ VTHും RTH ആയിട്ട് മാറ്റി ഇൻപുട്ട് സൈഡ്. സോ ഇതായിരുന്നു നമ്മുടെ സർക്യൂട്ട്. ഓക്കെ, അതിന് നമുക്ക് റീഡ്രോ ചെയ്തിട്ട് ഇങ്ങനെ വരക്കാൻ പറ്റും അല്ലേ. ഈ ഒരു പാർട്ട് എയും ബിയും എന്ന് പറഞ്ഞ പാർട്ട് ഇതാണ് നമ്മുടെ എയും ബിയും. അപ്പോൾ അവിടെ എന്താ, നമുക്കൊരു RTH അതുപോലെ VTH ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പാർട്ടിനെ നമുക്കൊരു RTHും VTH ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. വേർ RTH is equal to R1 R2 divided by R1 plus R2. VTH is equal to VCC into R2 divided by R1 plus R2. അപ്പോൾ നമ്മുടെ സർക്യൂട്ട്
മോഡിഫൈ ചെയ്ത് നമുക്ക് ഇതുവരെ കിട്ടി. ഇനി ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ ഇൻപുട്ട് അനാലിസിസും ഔട്ട്പുട്ട് അനാലിസിസും നടത്താം. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ ഈ ഒരു സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇൻപുട്ട് അനാലിസിസ് നടത്തുകയാണെങ്കിൽ നമ്മുടെ ഇൻപുട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ഇതാണ് നമ്മുടെ ഇൻപുട്ട് സൈഡ് അല്ലേ? ഇതാണ് നമ്മുടെ ഇൻപുട്ട് സൈഡ്. സോ ഇവിടെ KVL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? VTH മൈനസ് IB ഇൻറ്റു RTH. ഇവിടെയുള്ള റെസിസ്റ്റൻസ് RTH ആണ്. IB ഇൻറ്റു RTH മൈനസ് ഇവിടെയുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VBE ആണ്, ബേസ് എമിറ്റർ വോൾട്ടേജ് VBE മൈനസ് ഇവിടെയുള്ള റെസിസ്റ്റൻസ് RE, കറണ്ട് IERE ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, സോ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ VTH ഇസ് ഈക്വൽ ടു IB ഇൻറ്റു RTH പ്ലസ് VBE പ്ലസ് IERE എന്ന് എഴുതാം. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. ദെൻ നമുക്കറിയാം IE എമിറ്റർ കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു IC പ്ലസ് IB ആണല്ലോ. ടോട്ടൽ കറണ്ട് എമിറ്റർ കറണ്ട് ആണ് വിച്ച് ഈസ് ഈക്വൽ ടു IC പ്ലസ് IB. നമുക്ക് ഓൾറെഡി അറിയാം IC എന്ന് പറഞ്ഞാൽ ബീറ്റ ഇൻറ്റു IB. ഇപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ICക്ക് വരെ ബീറ്റ ഇൻറ്റു IB സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും IE ഇസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 ഇൻറ്റു IB. IE ഇസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 ഇൻറ്റു IB എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ IEക്ക് പകരം ബീറ്റ പ്ലസ് 1 ഇൻറ്റു IB സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? VTH ഇസ് ഈക്വൽ ടു IB ഇൻറ്റു RTH പ്ലസ് VBE. IEക്ക് പകരം ബീറ്റ പ്ലസ് 1 ഇൻറ്റു IB, ബീറ്റ പ്ലസ് 1 ഇൻറ്റു IB ഇൻറ്റു RE എന്ന് എഴുതാം. സോ ഈ ഒരു ഇക്വേഷൻ IB നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ വാട്ട് വിൽ ബി IB കോമൺ ആയിട്ട് പുറത്തെടുത്തു. VTH ഇസ് ഈക്വൽ ടു IB ഇൻറ്റു RTH പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു RE പ്ലസ് VBE. അതിൽ നിന്ന് നമ്മൾ IB കണ്ടുപിടിക്കുകയാണെങ്കിൽ VTH മൈനസ് VBE ഡിവൈഡഡ് ബൈ RTH പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു RE. സോ ദിസ് ഈസ് അവർ IB. സോ നമ്മൾ VTHും കണ്ടുപിടിച്ചു, ദെൻ IBയും കണ്ടുപിടിച്ചു. ഓക്കെ, സോ ഈ IBയിൽ നമുക്കറിയാം VBE വി ക്യാൻ അപ്രോക്സിമേറ്റ് ഈക്വൽ ടു 0. VTH വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ VBE വെരി സ്മോൾ ആണ്. സോ സംടൈംസ് വി ക്യാൻ അപ്രോക്സിമേറ്റ് VBE is equal to 0. അതുപോലെ തന്നെ ഈ RE എന്ന് പറയുന്നത് വെരി സ്മോൾ റെസിസ്റ്റൻസ് ആണെങ്കിൽ REയും നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് പറയാം. സോ ആ ഒരു കേസിൽ IB നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? VTH VBE 0 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തു ഡിവൈഡഡ് ബൈ RTH പ്ലസ് ബീറ്റ ഇൻറ്റു RE പ്ലസ് RE എന്നാണ് ഇവിടെ വരിക അല്ലേ? അപ്പോൾ RE ഓൾമോസ്റ്റ് 0 ആണ്. RE ഓൾമോസ്റ്റ് 0 ആകുന്ന സമയത്ത് ബീറ്റ ഇൻറ്റു RE എന്നുള്ള ടേം മാത്രം വരും. സോ IB അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു VTH ഡിവൈഡഡ് ബൈ RTH പ്ലസ് ബീറ്റ ഇൻറ്റു RE. സോ നമ്മുടെ പ്രോബ്ലത്തിനനുസരിച്ചിട്ട് നമ്മളത് നോക്കിയെടുക്കുക എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്, അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള. ഓക്കെ, വൺ മോർ തിങ്, നമുക്കറിയാം IC is equal to ബീറ്റ ഇൻറ്റു IB ആണ്. സോ ഓൾറെഡി നമുക്ക് IB കിട്ടിയിട്ടുണ്ട് which is equal to VTH minus VBE divided by RTH plus beta plus 1 into RE എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് IB. സോ IB അറിയാം നമുക്ക്. ദെൻ IC എന്ന് പറഞ്ഞാൽ ബീറ്റ IB ആണ്. സോ ബീറ്റ ഇൻറ്റു IB യുടെ ഈ ടേം VTH minus VBE divided by RTH plus beta plus 1 into RE. This is the IC. സോ IC നമുക്ക് കിട്ടി, IB നമുക്ക് കിട്ടി, VTH കിട്ടി. ഓക്കെ, ആൻഡ് ഇഫ് VBE approximately equal to 0 ആകുന്ന സമയത്ത് VBE approximately equal to 0, അതുപോലെ RE approximately equal to 0 means RE small resistance ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? IC will be equal to beta into VTH divided by RTH plus beta into RE. ഓക്കെ, അങ്ങനെ നമുക്ക് മാറ്റി അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു കേസിൽ എന്താ, ഇവിടെയുള്ള VTH എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ച് വെച്ച VCC into R2 divided by R1 plus R2 ആണ്. whereas RTH is equal to R1 R2 divided by R1 plus R2 ആണ്. ഓക്കെ, ആൻഡ് ഓൾസോ IE എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബീറ്റ പ്ലസ് 1 ഇൻറ്റു IB ആണല്ലേ. സോ ബീറ്റ പ്ലസ് 1 ഇൻറ്റു IB. സോ IE നമുക്ക് അങ്ങനെ എഴുതാം ബീറ്റ പ്ലസ് 1 ഇൻറ്റു IB വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ IB കണ്ടുപിടിച്ചു, IC കണ്ടുപിടിച്ചു, IE കണ്ടുപിടിച്ചു. നൗ കമ്മിങ് ടു ദ ഔട്ട്പുട്ട് അനാലിസിസ്. ഔട്ട്പുട്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് ഔട്ട്പുട്ട് അനാലിസിസ് എങ്ങനെ വരിക? ഈ ഒരു ഭാഗത്താണ് ഔട്ട്പുട്ട് അനാലിസിസ് എടുക്കുക. നോക്കുക, സോ ഈ പച്ചയിൽ വരച്ചിരിക്കുന്ന ഇങ്ങനെയാണ് നമ്മൾ ഔട്ട്പുട്ട് അനാലിസിസ് എടുക്കുക. സോ ഇഫ് യു ആർ അപ്ലൈയിങ് KVL ഹിയർ വി ക്യാൻ റൈറ്റ് VCC മൈനസ് ICRC മൈനസ് VCE
minus IERE equal to 0. Okay, so അതിൽ നിന്ന് VCC നമുക്ക് എങ്ങനെ എഴുതാം? VCC equal to ICRC plus VCE plus IERE. സോ ഇങ്ങനെ മാറ്റി എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് VCE കിട്ടും. VCE equal to VCC minus ICRC minus IERE. സോ നമുക്ക് VCEയും കിട്ടി, VCE കിട്ടി, IC കിട്ടി, IB കിട്ടി, IE കിട്ടി, VTHും കിട്ടി. ഓക്കെ, സോ ഇഫ് IE approximately equal to IC, IE-നെ നമ്മൾ IC ആയിട്ട് കാരണം IB വളരെ സ്മോൾ ആണല്ലേ, സോ IE can be approximately equal to IC എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? VCE equal to VCC minus IEയും ICയും സെയിം ആണ്, സോ IC കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ RC plus RE, സോ VCE equal to VCC minus IC into RC plus RE എന്ന് എഴുതാം അല്ലേ. സോ that is all about the analysis of voltage divider bias circuit. Now coming to the advantages, what are the main advantages of voltage divider bias circuit? The major and the important advantage here is stability factor is independent of beta. അതായത് നമ്മുടെ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് സർക്യൂട്ടിന്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ബീറ്റയാണ്. ഇൻഡിപെൻഡന്റ് ഓഫ് ബീറ്റ എന്ന് പറഞ്ഞാൽ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ മാറുന്നതിനനുസരിച്ച് ഇവിടെയുള്ള സ്റ്റെബിലിറ്റി ഫാക്ടർ മാറുന്നില്ല. അതായത് ഇപ്പം നമ്മളൊരു ട്രാൻസിസ്റ്റർ റീപ്ലേസ് ചെയ്തു, വേറൊരു ട്രാൻസിസ്റ്റർ വെക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ബീറ്റയാണ്. സോ എന്താ, ബീറ്റ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ക്യൂ പോയിന്റ് ഷിഫ്റ്റ് ചെയ്യില്ല. Okay, so that is one of the major advantage. Then the second advantage is voltage divider biasing is thermally stable. ഇവിടെ thermally stable ആണ്. കാരണം thermally stable എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീക്കേജ് കറണ്ട് ഒക്കെ വേരി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്യൂ പോയിന്റിൽ വലിയൊരു വേരിയേഷൻ ഇവിടെ വരുന്നില്ല when compared to collector to base bias circuit and fixed bias circuit. അപ്പം the voltage divider bias circuit is more thermally stable. Then disadvantages of voltage divider bias circuit. Here main disadvantage is input resistance affected by parallel combination of R1 and R2. R1 and R2 ന്റെ parallel combination കൊണ്ട് input resistance at times it is getting affected. Okay, so അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ രണ്ട് പവർ സപ്ലൈ യൂസ് ചെയ്താൽ ആ ഒരു എഫക്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നമ്മൾ റെസിസ്റ്റൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ, R1 R2 രണ്ട് റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ എന്താ, റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് പവർ ഡിസിപ്പേഷൻ കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, വലിയൊരു റെസിസ്റ്റർ ഒക്കെ നമ്മൾ അവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള പവർ ഡിസിപ്പേഷൻ കൂടുതലായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾസോ അനദർ ഡിസഡ്വാൻറ്റേജ് ഓഫ് voltage divider bias circuit. So this is all about voltage divider bias circuit.